ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 3 തരം സർബത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മൂന്നും നല്ല ടേസ്റ്റാണ്. ഇത് ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കി നോക്കാം. അതുപോലെ സമ്മർ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വൈകുന്നേരത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഹോം മെയ്ഡ് ജെല്ലി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജെലാറ്റിൻ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അഗറിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പിലും 1 ടേബിൾ സ്പൂൺ കൂടെ അധികത്തിൽ വെള്ളം എടുത്തിട്ടാണ് അത് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ടങ്ങ് കുതിർന്ന് വരും. ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ജെല്ലിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു ജെല്ലി അല്ലാതെ തന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ മധുരം ചേർക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒരു 4-4.5 ടേബിൾ സ്പൂൺ ചേർക്കണം. അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഒരുപാട് ഈ വെള്ളം തിളച്ച് വറ്റുകയോ അങ്ങനെയൊന്നും വേണ്ട. പഞ്ചസാര നന്നായിട്ടങ്ങ് മെൽറ്റായി വന്നാൽ മാത്രം മതി. പഞ്ചസാര മെൽറ്റായപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ജെലാറ്റിൻ്റെ ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ ജെലാറ്റിൻ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ജെലാറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 കളറിലുള്ള ജെല്ലി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 3 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിലേക്ക് ഇനി ഞാൻ സ്ട്രോബെറി ജെല്ലിയും അതുപോലെ പിസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് പിസ്തയുടെ എസൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബൗളിലേക്ക് സ്ട്രോബെറിയുടെ ഒരു എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നിലേക്ക് ഞാൻ വാനില എസൻസും ഗ്രീൻ കളർ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളറൊന്നും യൂസ് ചെയ്യാതെ തന്നെ പ്ലെയിൻ ആയിട്ടും വേണമെങ്കിൽ ഈ ജെല്ലി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എസൻസോ കളറൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനി തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ജെല്ലി സെറ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കസ്റ്റർഡ് പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ കോൺഫ്ലവർ യൂസ് ചെയ്താലും മതി. അപ്പോൾ കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പിലും കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ലിറ്റർ ഉണ്ട് 3 കപ്പ് പാല്. 250 ml കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. അത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അത്യാവശ്യം നല്ല ഇതൊന്ന് തിക്കാക്കി എടുക്കുമ്പോൾ മധുരമൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ആ പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കാം. ഇടവിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാല് കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബദാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം, അല്ലെങ്കിൽ പിസ്ത വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഡ്രിങ്കിൻ്റെ മിക്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ജെല്ലിയും സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചിയാ സീഡാണ് കുതിർത്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിയാ സീഡ് ഇല്ലെങ്കിൽ
സബ്ജ സീഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സബ്ജ സീഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ള കസ്കസാണ്. അത് ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്താൽ മതി. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ജെല്ലിയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ജെല്ലി ഒരു ഡ്രിങ്കിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കി ഞാൻ കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ജെല്ലി തയ്യാറാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ജെല്ലി പൗഡർ വെച്ചിട്ടല്ലാതെ ഇതുപോലെ ജലാറ്റിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിയാ സീഡ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രത്തോളം വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിലേക്ക് ചിയാ സീഡോ അല്ലെങ്കിൽ സബ്ജ സീഡോ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ജെല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ കളറിൽ നിന്നും കുറേശ്ശെയായിട്ട് ജെല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. തണുപ്പ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള സർബത്ത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നട്ട്സ് കൂടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് റാഗി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സർബത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് റാഗിയുടെ ഒട്ടും ടേസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് വേവിച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് തിക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോവുകയോ അല്ലെ കുറഞ്ഞു പോവുകയോ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഒരുപാട് അങ്ങ് തിക്കായി എടുക്കരുത്. കുറച്ച് ലൂസോടെ തന്നെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ട് വേണം ഇത് തിക്കാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് പഞ്ചസാരയൊക്കെ പിന്നീട് ജ്യൂസ് ആക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റാഗിയുടെ ആ ഒരു മിശ്രിതം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നീട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാതെയുള്ള വൈറ്റ് ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റൂഹ് അഫ്സയാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് സിറപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്ട്രോബെറി എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് സബ്ജ സീഡ് സോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് സബ്ജ സീഡും ഒരു മിൻറ്റ് ലീഫ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർബത്ത് നല്ല ടേസ്റ്റാണ്. റാഗിയുടെ ഒട്ടും ടേസ്റ്റ് അറിയത്തില്ല. അടുത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പഞ്ചസാരയും പാലും ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5-6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരു കളഞ്ഞിട്ട് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4-5 എണ്ണം എടുക്കുന്നുണ്ട്.
നമ്മളിതിലേക്ക് പാൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിലേക്ക് കാഷ്യൂനട്ടാണ് ഒരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കുതിർന്ന് കിട്ടും. നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ റാഗിയുടെ ആ മിക്സ് വെച്ചിട്ടാണ് ഇതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഡേറ്റ്സും കാഷ്യൂനട്ടും പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റാഗിയും കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് തണുപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്